പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശിന്റെ വഴിയെന്ന പുസ്തകം കിട്ടി. യേശുവിന്റെ സഹനങ്ങളുടെ അതിദാരുണമായ അവസാനത്തെക്കുറിച്ചാണ് എഴുതിയിരുന്നത്. തുടക്കവും ഒടുക്കവും കണ്ണുനീരിൽ കുതിർന്നതായിരുന്നു. പുസ്തകം അടയ്ക്കുമ്പോൾ ചോര പുരണ്ട കല്ലറയുടെ കല്ല് ആരോ മാറ്റിയിരുന്നു. എൻ്റെ കരങ്ങൾക്കും രക്തത്തിന്റെ മണം. ക്രിസ്തുവിന്റെ കനമുള്ള രക്തക്കണ്ണുനീർ വീണുടഞ്ഞതുകൊണ്ടാകാം. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒന്നാം സ്ഥലം. ഈശോയെ കുരിശുമരണത്തിന് വിധിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അയാളാണ് തെറ്റു ചെയ്തത്. അവളാണ് എന്നെ നോവിച്ചത്. അവൾ വ്യഭിചാരിയാണ്. അവൻ സഭ വിട്ടിറങ്ങിയവനാണ്. അവൾ സ്വവർഗവാദിയാണ്. മറ്റവൾ നിരീശ്വരവാദിയാണ്. മറ്റേ പയ്യൻ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. അവൻ മദ്യപാനിയും. ആ കുടുംബം ഒട്ടും വിശ്വാസമില്ലാത്ത കൂട്ടരാണ്. അവർക്ക് മതത്തിലൊന്നും വിശ്വാസമില്ല. ഒരുപാട് പേരെ ആരൊക്കെയോ വിമർശിക്കുന്നു. അക്കൂട്ടത്തിൽ കുറച്ചുപേർ വെള്ളയണിഞ്ഞും കാവി ധരിച്ചും തൊപ്പിവെച്ചും നിൽക്കുന്നു. അവർ ഉറക്കെ പറയുന്നു, കുരിശിൽ തറച്ചു തന്നെ കൊല്ലണം, അല്ലെങ്കിൽ നാളെ ഇയാൾ നമുക്ക് ഇടർച്ചയായിരിക്കും. ആരാണെന്ന് അടുത്ത പേജിൽ നോക്കി. യേശു. മൗനത്തിൽ അയാൾ എല്ലാം മനനം ചെയ്തു. എന്നിട്ട് ഒരേ ഒരു വാക്ക്, നീ ആരാണ്? ഞാൻ പുസ്തകമടച്ചു, ചിന്തിക്കുവാൻ തുടങ്ങി. ഞാൻ ആരാണ്? ഞാൻ എന്തിനാണ്? കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. രണ്ടാം സ്ഥലം. ഈശോ കുരിശു ചുമക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുറച്ച് യുവജനങ്ങൾ കയ്യിൽ പല വർണ്ണങ്ങളിൽ കൊടിപിടിച്ചും ശബ്ദമുയർത്തിയും തെരുവീഥികളിലൂടെ നടന്നു നീങ്ങുന്നു. അവരുടെ മധ്യേ നേതാക്കന്മാർ അലങ്കരിച്ച വാഹനത്തിൽ അഭിവാദ്യം ചെയ്തു നീങ്ങുന്നു. ഈ യുവജനങ്ങൾ ദാസന്മാരെ പോലെ വാഹനത്തോടൊപ്പം കിതച്ചും കുതിച്ചും ഓടുന്നു. കുറെ ദൂരം കഴിഞ്ഞു. മണ്ണടിഞ്ഞ ഗ്രാമത്തിൽ മനുഷ്യരുടെ കൈ, കാൽ, ശിരസ് എന്നുവേണ്ട ഗർഭസ്ഥ ശിശുവും ഗർഭപാത്രവും ചിതറിക്കിടക്കുന്നു. പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വിമാനം പ്രത്യക്ഷപ്പെട്ടു. അവിടെ നിന്നും ഭരണാധികാരി സെൽഫി എടുത്തു. കരങ്ങൾ വീശി വിമാനം പറന്നു നീങ്ങി. മനുഷ്യരുടെ മേൽ ഭാരമുള്ളതൊക്കെ നൽകി കുരിശുകൾ തീർത്തു അവർ കടന്നുപോയി. പക്ഷേ യുവജനങ്ങൾ അപ്പോഴും ഓടിക്കൊണ്ടേയിരുന്നു, കയ്യിൽ പതാകയും വായിൽ മുദ്രാവാക്യവുമായി. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലം. ഈശോ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. 2 മക്കളുമായി അവർ പാഞ്ഞു വരുന്ന ട്രെയിനിന്റെ മുന്നിലെത്തി. ഒരേ ഒരു നിലവിളി. 3 പേരും 3000 കഷ്ണങ്ങളായി. രാത്രിയിൽ തന്നെ വാർത്തയറിഞ്ഞു. നാട്ടുകാർ എത്തി. വീട്ടുകാരൊക്കെ വിദൂരത്തിൽ നിന്നെത്തി. സ്നേഹത്തിലും കാരുണ്യത്തിലും ശ്രവണത്തിലുമൊക്കെ വീഴ്ച പറ്റിയതുകൊണ്ടാണെന്ന് അവർ ചിന്നി ചിതറിപ്പോയെന്ന് മനുഷ്യർ പറഞ്ഞുകൊണ്ടിരുന്നു. ഒറ്റപ്പെടുത്തിയും പുച്ഛിച്ചുമൊക്കെ കഴിയുന്നവരുടെ സ്വരം പുറത്തു വന്നു. ആരെയും വീഴുവാൻ അനുവദിക്കല്ലേ. വീഴുമ്പോൾ ആരെയും ഒറ്റപ്പെടുത്തല്ലേ. ഒരുപക്ഷെ മറ്റുള്ളവർ വീഴ്ത്തിയാലും എങ്ങനെയെങ്കിലും എഴുന്നേറ്റു വരണേ പ്ലീസ്. ജീവിതത്തെയും സ്വപ്നങ്ങളെയും ആരുടെയും വാക്കുകളാൽ വീഴ്ചയ്ക്ക് ഇരയാക്കല്ലേ. പറയാൻ എളുപ്പമാണ്, പക്ഷേ ദുരന്തം തന്നെയാണ്. എങ്കിലും എല്ലാ വാതിലും അടച്ചിട്ടില്ല. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാലാം സ്ഥലം. ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തീവ്ര പരിചരണത്തിലാണ് അമ്മ. മകന് കൊല്ലാൻ കഴിഞ്ഞില്ല. അവൻ അവന്റെ കഴിവ് മുഴുവനും ഉപയോഗിച്ചു. പക്ഷേ അമ്മ രക്ഷപ്പെട്ടു. ലഹരിയുടെ ലയത്തിൽ അമ്മയെ അവൻ ഇല്ലാതാക്കാൻ നോക്കി. കേട്ടതൊക്കെ ശരിയാണെങ്കിൽ അമ്മ പറഞ്ഞു, സാറേ, എനിക്ക് പറ്റിയ മുറിവുകൾ ഞാൻ താഴെ വീണതുകൊണ്ട് സംഭവിച്ചതാണ്. മകന്റെ കയ്യിൽ ചങ്ങലക്കെട്ട് കണ്ടപ്പോൾ അമ്മ ഓർത്തു. ചോരവള്ളികൾ കൊണ്ട് തന്റെ ഗർഭത്തിൽ തന്റെ മകനു വേണ്ടി കൂടൊരുക്കിയത്. എന്നിട്ട് അമ്മ വിതുമ്പി. ആശുപത്രിയിൽ മരുന്നിന്റെ മണം മാറി നിന്നു.
കണ്ണുനീരിൻ്റെ രുചിയും ഹൃദയം കത്തി കരിഞ്ഞുപോയ മണവും. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 5-ാം സ്ഥലം. ശിമിയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വിളക്കിൽ തിരി കെട്ടുപോയിരുന്നു, കത്തിക്കാൻ എണ്ണയില്ല. തപ്പിത്തടഞ്ഞ് അടുക്കളയിലെത്തി. കലത്തിൽ ഒരു കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന വറ്റുകൾ. അവൾ ഇറങ്ങി തളർന്നു കിടക്കുന്ന അപ്പൻ്റെ മുഖത്തെ നോക്കി. അമ്മ പോയ പിന്നെ അവളുടെ ഏക സ്വത്താണപ്പൻ. അപ്പനെ അവസാനം വരെ നോക്കണം. മനസ്സ് ശക്തമായി മന്ത്രിച്ചു. ഇന്നലെ സഹായിക്കാമെന്ന് പറഞ്ഞ അയാളുടെ വീട്ടിലേക്കായിരുന്നു. എന്തു പണിയും ചെയ്തെങ്കിലും അപ്പന് മരുന്ന് മേടിക്കാൻ കാശുണ്ടാക്കണം. അതുമാത്രമായിരുന്നു അവളുടെ ഉള്ളിൽ അവൾ കേട്ട സ്വരം. വാതിലിൽ മുട്ടി. അയാൾ അകത്തേക്ക് വിളിച്ചു. സഹായം വാഗ്ദാനം ചെയ്തവൻ അത് പാലിച്ചു. അവൾക്ക് കൈനിറയെ സഹായം കിട്ടി. കടയിൽ ചെന്നു. മരുന്നും അരിയും എണ്ണയും പയറും വാങ്ങി. അപ്പൻ്റെ മുഖത്ത് ചിരി തെളിഞ്ഞു. വിളക്കും ചിരിച്ചു. അടുക്കളയിൽ എണ്ണ ഒഴിച്ചു. കലത്തിൽ അരിയിടുമ്പോൾ അരി വേകാൻ അവളുടെ കണ്ണുനീർ മതിവരുവോളം ഉണ്ടായിരുന്നു. നല്ല ഉപ്പ് രസമുള്ള കണ്ണുനീർ. സഹായത്തിൻ്റെ കാപഠതയിൽ അവൾക്ക് നഷ്ടമായത് അവളുടെ ചാരിത്രമായിരുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 6-ാം സ്ഥലം. വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മംഗളകരമായി അവസാനിച്ചു. നീണ്ട കാലം നീണ്ടുനിന്ന സ്വപ്നം സാഫല്യമായി. അവൻ്റെയും അവളുടെയും കണ്ണുകൾ നിറഞ്ഞു, ഒപ്പം മനസ്സും. ചുറ്റിലും തിരിഞ്ഞു നോക്കി അവരും അവരുടെ സ്നേഹത്തെ ഒന്നിപ്പിച്ച ദൈവവും മാത്രം. തളർന്നു പോയവനെ വിവാഹം കഴിച്ചതിൽ പ്രതിഷേധിച്ച് ആരുമെത്തിയില്ല. ആരവങ്ങളില്ലാതെ ആത്മാർത്ഥത നിറഞ്ഞ ഒരു വിവാഹം. പ്രണയിച്ചപ്പോൾ ആരോഗ്യവാനായിരുന്നു. ഒരുമിച്ചുള്ള യാത്രയ്ക്കായി തീരുമാനമെടുത്ത നിമിഷത്തിന്റെ അടുത്ത വിനാഴികയിൽ അപകടം അവന്റെ 2 പാദങ്ങളെ നിശ്ചലമാക്കി. അത് അവളുടെ പ്രണയത്തെ തളർത്തിയില്ല. തന്റെ പ്രിയപ്പെട്ടവന്റെ നിശ്ചലമായ പാദങ്ങൾക്ക് അചഞ്ചലമായ സ്നേഹം കൊണ്ട് അവൾ ആവശ്യപ്പെട്ടത് ഒന്നു മാത്രം: മിന്നുകെട്ട്. സ്നേഹം വേദനകളുടെ പുറപ്പാടാണ്. അതുപോലെ തന്നെ വേദന സ്നേഹത്തിന്റെ വെളിപാടും. അങ്ങനെയാണ് അവരുടെ സുവിശേഷവും ശുഭമായി അവസാനിച്ചത്. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 7-ാം സ്ഥലം. ഈശോ 2-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ധ്യാനഗുരു ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ മുൻനിരയിൽ ആ അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു. കയ്യിൽ കരുതിയ കുറിപ്പ് ചുരുട്ടിക്കൂട്ടി മൂലയിൽ വെച്ചിരുന്ന പേസ്റ്റ് ബോക്സിലിട്ടു. എന്നിട്ട് പ്രസംഗം തുടങ്ങി. കാണാതായ ആടിന്റെ ഉപമ പറഞ്ഞു നിർത്തി. നാമൊക്കെ നമ്മുടെ ആലയിലേക്ക് മടങ്ങേണ്ടതായിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഗുരുവെത്തി. എന്നിട്ട് പറഞ്ഞു, രാവിലെ മുന്നിലിരുന്ന അമ്മയുടെ മകൻ, വയസ്സ് 27, മരിച്ചിട്ട് 1 മാസം. നായിമിലെ വിധവയായ അമ്മയുടെ മരണപ്പെട്ട മകനെ ഈശോ ഉയർപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് രാവിലത്തെ പ്രസംഗം ഒരുങ്ങിയിരുന്നത്. പക്ഷേ ഞാനത് പറഞ്ഞാൽ ആ അമ്മ തന്റെ മകനെ ഓർത്ത് വിഷമിക്കുമെന്ന് തോന്നി. അതുകൊണ്ടാണ് കയ്യിൽ കൊണ്ടുവന്ന കുറിപ്പ് കളഞ്ഞത്. ഒരു കൂട്ടത്തിലെ ഓരോ ആളും വിലപ്പെട്ടവരാണ്. ക്രിസ്തു പറഞ്ഞതും പ്രവർത്തിച്ചതും മാത്രമല്ല അത്ഭുതം, ക്രിസ്തുവും അത്ഭുതമാണ്. വീണവരെ കൂടുതൽ ആഴത്തിൽ അടിഞ്ഞു പോകാൻ അനുവദിക്കാതെ, ആർക്കും പരിക്കുകൾ നൽകാതെ കടന്നു പോകാൻ പ്രേരിപ്പിക്കുന്ന ജീവിതമാണ് സുവിശേഷം. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 8-ാം സ്ഥലം. ഈശോ ജെറുസലേം നഗരിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. 2 വർഷമായി ഡയാലിസിസ് ചെയ്യുന്ന അമ്മ. ശരീരത്തിൽ അത്ര ബലമില്ലായിരുന്നതുകൊണ്ട് ആഴ്ചയിൽ 2 ദിവസത്തെ ഡയാലിസിസ് ആ അമ്മയുടെ ശരീരത്തിലെ ഓരോ ഞരമ്പിനെയും ദാരുണമായി വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു.
അമ്മയ്ക്ക് 5 മക്കൾ. ഓരോരുത്തരും ഓരോ മണിക്കൂർ വിട്ട് വിളിച്ചുകൊണ്ടേയിരുന്നു. ഓരോരുത്തരോടും ഓരോ വട്ടവും അമ്മ ചോദിച്ചു, മോനെ, മോളെ, ഭക്ഷണം കഴിച്ചു? മഴയുണ്ടോ? യാത്രയിലാണോ? ഒറ്റയ്ക്കാണോ? എപ്പോഴുമുള്ള അമ്മയുടെ ഈ ചോദ്യങ്ങൾ മക്കൾക്ക് വലിയ കരുതലിന്റെ കരുത്തു പകർന്നിരുന്നു. അമ്മയ്ക്ക് വയ്യാതെയായി. അപ്രതീക്ഷിതമായി അസുഖം കൂടി. ആശുപത്രി കിടക്കയിലായ അമ്മയ്ക്ക് അറിയാമായിരുന്നു വിദേശത്ത് ആയിരിക്കുന്ന മകൾ നാളെ എത്തുമെന്ന്. പിറ്റേ ദിവസം അമ്മയെ കാണാൻ, അവളുടെ ജന്മദിനം ആഘോഷിക്കാൻ മകളും ഒരുങ്ങിക്കൊണ്ടേയിരുന്നു. വീഡിയോ കോൾ ചെയ്തപ്പോൾ അമ്മയെ വെന്റിലേറ്ററിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. ഓർമ്മകൾ മായുന്ന അവസാന സെക്കൻഡിൽ പോലും വീഡിയോയിൽ കാണുന്ന തന്റെ കുഞ്ഞിനെ നോക്കി അമ്മ കണ്ണുകൊണ്ട് ചോദിച്ചു, മോളെ, ഭക്ഷണം കഴിച്ചു? തന്റെ ജീവനെയും ജീവിതത്തെയും ഭക്ഷണമാക്കി നൽകിയ അമ്മ യാത്രയായി. മരണത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോഴും അമ്മയെന്ന വികാരത്തെ അവസാനം വരെ കൊണ്ടു നടന്ന അമ്മ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 9-ാം സ്ഥലം. ഈശോ 3-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഏലിശ്വ അമ്മയാണ്. 1.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞിന്റെ അമ്മ. കുഞ്ഞിന്റെ പേര് അന്ന. പക്ഷേ അവളുടെ പപ്പ മരിച്ചു. അവളുടെ അമ്മ വിധവയാണ്. വളരെ ചെറിയ പ്രായത്തിൽ വിധവയായ അവളെ മറ്റൊരു കല്യാണത്തിന് നിർബന്ധിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുടുംബങ്ങൾ. വൈധവ്യത്തിന്റെ പരിക്കുകൾ സാരമായി ഏലിശുവയുടെ ജീവിതത്തിലുണ്ട്. അവൾ തന്റെ മുറിയിൽ കയറി. ഒക്കത്തിരുന്നുറങ്ങുന്ന 1.5 വയസ്സുകാരിയെ കട്ടിലിൽ കിടത്തി. ജനാല തുറന്നു. ദൂരെ കാണുന്ന സക്രാരിയെ നോക്കി കരഞ്ഞു. മനസ്സ് തുറന്നു പറഞ്ഞു, എനിക്ക് ജീവിക്കണം, നിനക്കു വേണ്ടി, മരിക്കാത്ത ഒരു സ്നേഹത്തിനു വേണ്ടി. അത് നിന്നിലല്ലാതെ മറ്റെവിടെയാണ് ഞാൻ കണ്ടെത്തുക? മറ്റൊരു ജീവിതവും മുന്നിൽ വേണ്ട. കാത്തിരിക്കാം നിനക്കായി. ഈ ജീവിതത്തിന്റെ നൊമ്പരങ്ങളിൽ നിന്നും ആകുലതയിൽ നിന്നും എന്നെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ തീരുമാനങ്ങളിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവരണേ തമ്പുരാനെ. കാലങ്ങൾ കാത്തിരുന്നു. അവൾ സന്യാസം സ്വീകരിച്ചു. 1.5 വയസ്സുകാരിക്കും 1000 പെൺകുട്ടികൾക്കും അവൾ സന്യാസത്തിൽ അമ്മയായി. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 10-ാം സ്ഥലം. ഈശോയുടെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വെള്ള ലോഹയണിഞ്ഞ വൈദിക ശ്രേഷ്ഠൻ മാത്രമല്ല, സഭാതലവനും കൂടിയാണ് ഫ്രാൻസിസ് പാപ്പ. ചേരികളുടെ മണമുള്ള പിതാവ്. കാർ ഷെഡുകളിലും വഴിയോരങ്ങളിലും പൊട്ടിയ കസേരയിലിരുന്ന് സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരപ്പൻ. 21-ാമത്തെ വയസ്സിൽ ന്യൂമോണിയ ബാധിച്ച് ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തു. എങ്കിലും കരളിൽ കനിവ് മുറിഞ്ഞു പോയില്ല. ദരിദ്രരായ മനുഷ്യരെയൊക്കെ എന്നും അദ്ദേഹം കൂടെയിരുത്തി. ഇപ്പോൾ വയസ്സ് 88. ആരോഗ്യം അനാരോഗ്യമായി. താൻ ആയിരിക്കുന്ന വീടിന്റെ വാതിൽക്കൽ പാവങ്ങളായി ആരും പട്ടിണി കിടന്ന് മരിക്കരുത്, മരുന്നില്ലാതെ മരിക്കരുത് എന്ന് നിർബന്ധിച്ചു. തന്റെ വീടിന്റെ എല്ലാ വാതിലും അവർക്കായി തുറന്നുകൊടുത്തു. അതിനാൽ കുടുംബക്കാർ പോലും തിരിഞ്ഞു നിന്ന് ആക്ഷേപിച്ചു. അനീതിയെയും ആഡംബര ജീവിതത്തെയും അകറ്റി നിർത്തിയ അദ്ദേഹം അതിനെ പ്രതി അടുത്തിരുന്നവരൊക്കെ അകന്നുപോയതിന്റെ വേദനയും ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു. രോഗം കൂടി ആശുപത്രിയിലാണിപ്പോൾ. ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ മല്ലിടുമ്പോൾ പോലും ഒറ്റിക്കൊടുക്കുന്നവർ യൂട്യൂബിൽ മരിക്കണമെന്ന് വാർത്തകളുണ്ടാക്കി. വാട്സപ്പിൽ മരിച്ചെന്ന് സ്റ്റാറ്റസും ഇട്ടു. അല്പം ആരോഗ്യം മെച്ചപ്പെട്ടപ്പോൾ തനിക്കു വേണ്ടി ആശുപത്രിയുടെ മുന്നിൽ പ്രാർത്ഥിച്ചവർക്കെല്ലാം നന്ദി പറഞ്ഞു. യുദ്ധമുഖത്ത് വിലപിക്കുന്ന മനുഷ്യരുടെ വേദനയെ ഓർത്ത് കരഞ്ഞു. അന്വേഷിച്ചു. ആ ശരീരത്തോട് ചേർത്തു വയ്ക്കപ്പെട്ട സുഹൃതങ്ങൾ ആർക്കും അടർത്തിയെടുക്കാനാവില്ല. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 11-ാം സ്ഥലം. ഈശോയെ കുരിശിൽ തറയ്ക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. മധു ആദ്യം ചോദിച്ചത്, എന്തെങ്കിലും കഴിക്കാനുണ്ടോ? വിശപ്പുണ്ട്. അയാൾ വേഗം അരി അന്വേഷിച്ചു. അത് കുത്തരിയായിരുന്നില്ല. മധുവിന്റെ ചോര പുരണ്ട വിശപ്പിന്റെ മണമുള്ള ചുവന്ന അരിയായിരുന്നു.
തൻ്റെ കണ്ണിൽ നിന്നും വീണ കണ്ണുനീർ കൊണ്ട് മധു അരി കഴുകി. ദാരിദ്ര്യത്തിന്റെ ചൂടുകൊണ്ട് അരി വേവിച്ചു. ഒട്ടിയ വയറിന് ഇത്തിരി ചോറ് നൽകാൻ മധു വാ തുറന്നപ്പോൾ എവിടെ നിന്നോ വന്ന 1000 കൈകൾ മധുവിന്റെ കൈകളിൽ നിന്നും ചോറ് തട്ടിയെറിഞ്ഞു. മധുവിന്റെ മുഖം നോക്കി. ഒരു ഭാവവുമില്ല. കൈകൾ കെട്ടിത്തരാമോ? ഞാൻ മടങ്ങുന്നു. ഈ മണ്ണ് എന്റെ സ്വന്തമല്ല. എന്റെ ചോറ് തട്ടിക്കളഞ്ഞ കൈകളെ ഈശ്വരൻ എവിടെ വീശണമെന്നും എങ്ങനെ വീശണമെന്നും പഠിപ്പിക്കട്ടെ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 12-ാം സ്ഥലം. ഈശോ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. 88 വയസ്സ് പ്രായമുള്ള ഒരു വയോധികനായ വൈദികൻ. പേര് സ്റ്റാൻ സ്വാമി. ഈശോ സഭയിലൂടെ ഈശോയെ ജീവിച്ചു കാണിച്ച വൈദികൻ. അരമനയിലല്ല ജീവിച്ചത്. ദാരിദ്ര്യത്തിന്റെയും അനീതിയുടെയും മണമുള്ള ആദിവാസികൾക്കിടയിൽ അവരിൽ ഒരാളായി അവരുടെ ശബ്ദമായി ജീവിച്ചതിന് ലഭിച്ചത് തടവറയും മരണവും. പാർക്കിൻസൺസ് രോഗബാധിതനായി തടവുകാരനായി കഴിയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും കോടതിയുടെ വിധി കാത്തു കിടന്ന പുരോഹിതൻ. ആദിവാസി ജനതയ്ക്ക് അഭയം നൽകിയതിനും അറിവ് പകർന്നതിനും ഭരണകൂടം തീവ്രവാദി എന്ന മുദ്രകുത്തി. മരണം വരെ പോരാടി. അയാൾ ക്രിസ്തുവിനോട് പറഞ്ഞു, പൂർത്തിയായെന്ന് മനസ്സു പറയുന്നു, പോരട്ടെ. കുഞ്ഞാടിന്റെ രക്തത്തിൽ തന്റെ വസ്ത്രത്തെ നനച്ച ഫാദർ സ്റ്റാൻ സ്വാമിയെ സ്വർഗം ക്ഷണിച്ചു. തല ചായ്ച്ചു മിഴിപൂട്ടി. എല്ലാം പൂർത്തിയായി. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 13-ാം സ്ഥലം. ഈശോയുടെ മൃതശരീരം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. ഒരു തുള്ളി വെള്ളം പോലും നൽകാതെ 7 ദിവസം നീണ്ടുനിന്ന റാഗിങ്ങിനു ശേഷം സിദ്ധാർത്ഥൻ മരണത്തിന് കീഴടങ്ങി. അവന് മിണ്ടാപ്രാണികളോട് പോലും സ്നേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ വെറ്റിനറി വൈദ്യം പഠിക്കാൻ തീരുമാനിച്ചാണ് യാത്രയായത്. പാറയിടുക്കിലും ഹോസ്റ്റൽ മുറിയിലുമൊക്കെ അവനെ വേട്ടയാടി സമപ്രായക്കാർ. സ്വപ്നങ്ങളുമായി പോയ മകനും അവന്റെ സ്വപ്നങ്ങൾക്കും മരണം സംഭവിച്ചു. അകാലത്തിൽ പൊലിഞ്ഞു. അമ്മിഞ്ഞ കിനിഞ്ഞൊഴുകിയ അവന്റെ അമ്മയുടെ മാറിടത്തിൽ നിന്നും കനമുള്ള ചോരയൊഴുകി. അത് ഈ മണ്ണിനെ നനച്ചു. കുതിർന്നുപോയ മണ്ണ് ഉണങ്ങുന്നതിനു മുൻപ് അഹാബ് മരിച്ചു. ടോയ്ലറ്റ് ലോഷൻ കുടിക്കണമെന്ന് ബലമായി റാഗിംഗ് ചെയ്തു. അവനെ കുടിപ്പിച്ചു. അന്നനാളത്തിന് പൊള്ളലേറ്റ് അഹാബും യാത്രയായി. മക്കളുടെ ചേതനയേറ്റ മൃതദേഹം ഏറ്റുവാങ്ങുമ്പോൾ വേദനകളുടെയും നഷ്ടങ്ങളുടെയും കണ്ണുനീരിനെ തടഞ്ഞു നിർത്തി ഉള്ളിലൊഴുക്കി ഉരുകുന്ന അപ്പന്മാരുടെ ചങ്ക് പിടഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇന്നും. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവെ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 14-ാം സ്ഥലം. ഈശോയുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. വാർദ്ധക്യം പ്രാപിച്ച് അവർ ഒരു ദിവസം മണിക്കൂറുകളുടെ ഇടവേളകളിൽ മരിച്ചു. വൃദ്ധസദനത്തിലാണ് മരിച്ചത്. മക്കളെ അത്രമേൽ സ്നേഹിച്ചവർ. മക്കളും സ്നേഹിച്ചു. സൗകര്യങ്ങൾ ഏറെയുള്ള മുറികളാണ് അവർ വിലയ്ക്ക് വാങ്ങിയത്. മാസം തോറും വിദേശത്തു നിന്ന് പണമെത്തി. ഡിജിറ്റൽ ഇന്ത്യയുടെ പുരോഗതിയിൽ ഈ മാതാപിതാക്കളും പങ്കുകാരായി. വാട്സപ്പ് വീഡിയോ കോളുകളും കുഞ്ഞുമക്കളുടെ റീൽസും മക്കളുടെയും മരുമക്കളുടെയും കുക്കറി ഷോകളുമായി ഫോണിലവർ. സ്നേഹം നൽകി വളർത്തിയ മക്കൾ സ്നേഹബന്ധങ്ങളെ കാഴ്ചവസ്തുവാക്കി. ഒട്ടിയ കവിളുകൾ, ചുരുങ്ങിയ കൈകാലുകൾ, മക്കളെ ആർദ്രതയോടെ കാണാൻ കുതിച്ച കണ്ണുകൾ, കുഞ്ഞു മക്കളുടെ മണമറിയാൻ കാത്തിരുന്ന മനസ്സുകൾ എല്ലാം ഇന്ന് കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടു. വികാരിയച്ഛന് ഫോൺ വന്നു. കല്ലറ കുടുംബക്കല്ലറയാക്കണം. പണം എത്രയായാലും കുഴപ്പമില്ല. അടക്കു കഴിഞ്ഞു. മക്കളാർക്കും എത്താൻ കഴിഞ്ഞില്ല. അനാഥരായി അവർ വന്ന സ്ഥലത്തേക്ക് തിരിച്ചുപോയി. പണിക്കാർ കല്ലറ പണിതു. വിലയുള്ള മാർബിൾ കൊണ്ടാകണം. അത് മക്കളുടെ നിർബന്ധമായിരുന്നു. അങ്ങനെ പണിയപ്പെട്ട കല്ലറകളിൽ പ്രിയപ്പെട്ടവർക്ക് വിശ്രമം ഒരുക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവെ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പ്രാരംഭത്തിൽ പറഞ്ഞ ക്രിസ്തു എവിടെ? ഞാൻ തിരഞ്ഞു. അയാളുടെ വേദനകൾ എവിടെ? ഞാൻ ആകാംക്ഷയോടെ പേജുകൾ മറിക്കാൻ നോക്കി.
അവസാനം ഒരു കുറിപ്പ് മാത്രം. എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരരിൽ ഒരുവനോട് നിങ്ങൾ ഇത് ചെയ്തപ്പോൾ എന്നോട് തന്നെയാണ് ഇത് ചെയ്തത്.